Welcome all. Here we are going to discuss about acid-base titration. So, what are acid-base titrations? Acid-base titrations are those in which acid solutions are titrated against standard alkali or base solutions or vice versa. അതായത് acid base titrations എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഡ് സൊല്യൂഷൻസിനെ സ്റ്റാൻഡേർഡ് ആൽക്കലി സൊല്യൂഷൻസ് ആയിട്ട് ടൈട്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളാണ് ടൈട്രേഷൻസ് ആണ് ആസിഡ് ബേസ് ടൈട്രേഷൻസ്. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, സ്റ്റാൻഡേർഡ് ആൽക്കലി സൊല്യൂഷൻസിനെ ആസിഡ് സൊല്യൂഷൻസ് ആയിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. അതിനെയാണ് ആസിഡ് ബേസ് ടൈട്രേഷൻസ് എന്ന് പറയുന്നത്. ഇനി ടൈട്രേഷൻസ് ഓഫ് ഫ്രീ ബേസസ് ഓർ ദോസ് ഫോംഡ് ഫ്രം സോർട്സ് ഓഫ് വീക്ക് ആസിഡ്സ് ബൈ ഹൈഡ്രോളിസിസ് അഗെയിൻസ്റ്റ് സ്റ്റാൻഡേർഡ് ആസിഡ് സൊല്യൂഷൻസ് ആർ കോൾഡ് ആസിഡിമെട്രി. അതായത് ഫ്രീ ബേസസിൻ്റെയോ അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് വഴി വീക്ക് ആസിഡ്സിൽ നിന്നുണ്ടായിട്ടുള്ള സോൾട്സുകളുടെ ഹൈഡ്രോളിസിസ് വഴി ഉണ്ടായിട്ടുള്ള ബേസുകളുടെയോ ടൈട്രേഷൻസ് അഗെയിൻസ്റ്റ് ആസിഡ് സൊല്യൂഷൻസ് ആർ കോൾഡ് ആസിഡിമെട്രി. ഓക്കെ, അതായത് ഫ്രീ ബേസസുകളുടെയോ അല്ലെങ്കിൽ ബേസസ് വിച്ച് ആർ ഫോംഡ് ഫ്രം സോർട്സ് ഓഫ് വീക്ക് ആസിഡ്സ് ബൈ ഹൈഡ്രോളിസിസ്. ഈ രണ്ട് തരത്തിലുള്ള ബേസസുകളുടെ titrations against standard acid solutions are called acidimetry. Okay. Any titrations of free acids or those formed by the hydrolysis of salts of weak bases with standard base solutions are termed alkalimetry. അപ്പോൾ acidimetry എന്ന് പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് alkalimetry. അതായത് ഫ്രീ ആസിഡ്സിന്റെയോ അല്ലെങ്കിൽ ആസിഡ്സ് which are formed by the hydrolysis of weak salts of weak bases. വീക്ക് ബേസിസിൽ ഉണ്ടായിട്ടുള്ള സോൾട്ടുകളുടെ ഹൈഡ്രോളിസിസ് വഴി ഉണ്ടായിട്ടുള്ള ആസിഡുകളുടെയോ ഫ്രീ ആസിഡ്സിന്റെയോ ടൈട്രേഷൻസ് അഗെയിൻസ്റ്റ് സ്റ്റാൻഡേർഡ് ബേസ് സൊല്യൂഷൻസ് ആണ് ആൽക്കലിമെട്രി. ഓക്കെ, ഇനി ഈ ആസിഡ് ബേസ് ടൈട്രേഷൻസിനെ ന്യൂട്രലൈസേഷൻ ടൈട്രേഷൻസ് എന്ന് നമ്മൾ പറയും. കാരണം നെറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്. നമ്മളിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് NaOH plus HCl in aqueous solution gives NaCl plus H2O. അതായത് ഒരു ആസിഡ് അഗെയിൻസ്റ്റ് ബേസ് ടൈട്രേഷൻ നമ്മൾ ചെയ്യാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ് ഒരു സോൾട്ടും ഒരു അതായത് വാട്ടറിന്റെ മോളിക്യൂളാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പൊ നെറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? NaOHലത്തെ OH മൈനസും HClത്തെ H പ്ലസും കൂടി ചേർന്ന് H2O ആവുന്നതാണ് നെറ്റ് റിയാക്ഷൻ. ഓക്കെ, ഇനി അതായത് ഈ ആസിഡ് ബേസ് ടൈട്രേഷൻസിനെ നമുക്ക് ന്യൂട്രലൈസേഷൻ ടൈട്രേഷൻസ് എന്നും പറയാം. ഓക്കെ, then acid base indicators. Acid base indicators or neutralization indicators are substances which are employed for the visual detection of the endpoint in acid base titrations on account of their ability to change color during the pH change that occurs in the vicinity of the endpoint. അപ്പോൾ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്? എൻഡ് പോയിന്റ്, ഒരു ടൈട്രേഷൻ എടുക്കുകയാണെങ്കിൽ അതിനൊരു എൻഡ് പോയിന്റ് ഉണ്ട്. ആ എൻഡ് പോയിന്റിന്റെ നമ്മൾ പറയുന്നത് എപ്പോഴാണ്? ഒരു pH ചേഞ്ച് വരുമ്പോഴാണ് എൻഡ് പോയിന്റ് വരുന്നത്. അപ്പൊ ആ പർട്ടിക്കുലർ pH ചേഞ്ചിൽ കളർ ചേഞ്ച് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള സബ്സ്റ്റൻസുകളെയാണ് ഇവിടെ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അതായത് ആ പർട്ടിക്കുലർ ടൈമിൽ pH ചേഞ്ച് ചെയ്യുന്ന ആ സമയത്ത് കളർ ചേഞ്ച് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എൻഡ് പോയിന്റ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ആസിഡ് ബേസ് ടൈട്രേഷൻസിൽ യൂസ് ചെയ്യുന്നത്. ആ സബ്സ്റ്റൻസസ് ആണ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ്. ഈ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്നും പറയും. ഇവരൊന്നില്ലെങ്കിൽ വീക്ക് ഓർഗാനിക് ആസിഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ വീക്ക് ഓർഗാനിക് ബേസസ് ആയിരിക്കും വിച്ച് ചേഞ്ച് കളർ ഇൻ ക്യാരക്ടറിസ്റ്റിക് pH റേഞ്ചസ്. ഒരു പർട്ടിക്കുലർ pH റേഞ്ചുകളിലാണ് അവർ കളർ ചേഞ്ച് ചെയ്യുക. ഒന്നില്ലെങ്കിൽ വീക്ക് ഓർഗാനിക് ആസിഡ് അല്ലെങ്കിൽ വീക്ക് ഓർഗാനിക് ബേസുകളായിരിക്കും. ഇനി ആ ഒരു പർട്ടിക്കുലർ റേഞ്ച് ഉണ്ടാവുമല്ലോ, pH റേഞ്ച്. ഇവർ കളർ ചേഞ്ച് ചെയ്യുന്ന ആ pH റേഞ്ചിനെയാണ് കളർ ചേഞ്ച് ഇന്റർവെൽ എന്ന് പറയുന്നത്. The characteristic range or interval of pH in which an acid base indicator changes its color is called its color change interval. Okay, അപ്പോൾ ഇപ്പോൾ ഫിനോഫ്തലിൻ, മിഥൈൽ ഓറഞ്ച്, മിഥൈൽ റെഡ് എക്സെട്ര അങ്ങനത്തെ പല ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സിന്റെയും pH റേഞ്ചുകൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കളർ ചേഞ്ചുകളും. ഇപ്പോൾ തൈമോൾ ബ്ലൂ ആണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.2 to 2.8 ആണ് അതിന്റെ pH റേഞ്ച് ആയിട്ട് വരുന്നത്, കളർ ചേഞ്ച് ഇന്റർവൽ ആയിട്ട് വരുന്നത്. അപ്പോൾ 1.2ന് താഴെയാണെങ്കിൽ അത് റെഡ് കളറും 2.8ന് മുകളിലാണെങ്കിൽ pH റേഞ്ച് pHന്റെ വാല്യൂ ആണ്
2.8ലും കൂടുതലാണെങ്കിൽ അത് യെല്ലോ കളറാണ് കാണിക്കുക. അപ്പോൾ മെയിനായിട്ട് നമ്മൾ എക്സാമ്പിൾസ് കോട്ട് ചെയ്യണത് മീഥൈൽ ഓറഞ്ച്, മീഥൈൽ റെഡ്, ഫിനോഫ്തലിൻ ആണ്. ഓക്കെ, മീഥൈൽ ഓറഞ്ചിന് 3.1 to 4.4 ആണ്, മീഥൈൽ റെഡ് 4.2 to 6.3 ആണ്, ഫിനോഫ്തലിൻ 8 to 9.5 ആണ്. അപ്പോൾ മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ ബിലോ 3.1 റെഡും അബവ് 4.4 ആണെങ്കിൽ യെല്ലോ കാണിക്കും. മീഥൈൽ റെഡ് below 4.2 it shows red color, and above 6.3 pH it shows yellow color. In the case of phenolphthalein, it is colorless below the pH value 8, and it is in pink color above pH value 9.5. okay, ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഈ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ തിയറീസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഓസ്വാൾഡ്സ് തിയറി. അക്കോർഡിംഗ് ടു ഓസ്വാൾഡ്സ് തിയറി, Oswald's ionic theory of indicators, an acid base indicator is a weak organic acid or a weak organic base whose unionized molecule has one color and the ion furnished by it upon ionization has another color. ഓക്കെ, അപ്പോൾ ഓസ്വാൾഡ്സ് അയണിക് തിയറി ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് അനുസരിച്ച് ഒരു ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഒരു വീക്ക് ഓർഗാനിക് ആസിഡ് അല്ലെങ്കിൽ വീക്ക് ഓർഗാനിക് ബേസ് ആണ്, വിച്ച് ഷോസ് വൺ കളർ ഇൻ ഇറ്റ്സ് അണയണൈസ്ഡ് മോളിക്യൂൾ. അണയണൈസ്ഡ് ഫോമിൽ ഒരു കളറും, അതുപോലെ തന്നെ അയൺ ഫർണിഷ്ഡ് ബൈ ഇറ്റ് അപ്പോൺ അയണൈസേഷൻ. അയണൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്ത് വരുന്ന അയണിന് മറ്റൊരു കളറാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഓസ്വാൾഡ്സ് തിയറി. So the behavior of an acid type indicator HIN is described by the equilibrium HIN plus H2O gives IN minus plus H3O plus. Okay, അപ്പോൾ ആസിഡ് കളർ ആണ് HIN, IN മൈനസ് എന്ന് പറയുന്നത് ബേസിലത്തെ കളറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആസിഡ് ടൈപ്പ് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് HIN പറയുന്നത്. അത് അണയണൈസ്ഡ് ഫോമിൽ ഒരു കളറും അതുപോലെ തന്നെ IN മൈനസ് ഫോം ആവുമ്പോൾ അതിന് ബേസ് ആണ് അപ്പോൾ അവിടെ, അപ്പോൾ അത് വേറൊരു കളറാണ് കാണിക്കുക. ഫോർ വിച്ച് ദ അയണൈസേഷൻ കോൺസ്റ്റന്റ് KIN known as indicator constant is given by KIN equal to H3O plus into IN minus divided by HIN. നമ്മൾ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എടുക്കില്ലല്ലോ, ഈക്വൽ ടു 1 ആണ്, എടുക്കില്ല എന്നല്ല, കോൺസെൻട്രേഷൻ നമ്മൾ 1 ആയിട്ടാണ് പറയുന്നത്. The behavior of a base type indicator IN is described by the equilibrium IN plus H2O gives INH plus plus OH minus. അപ്പോൾ ഒരു ബേസ് ടൈപ്പ് ഇൻഡിക്കേറ്റർ INന്റെ ഇക്വിലിബ്രിയം കാണിക്കുന്നത് IN plus H2O gives INH plus plus OH minus. അപ്പോൾ IN എന്ന് പറയുന്നത് ബേസ് കളർ കാണിക്കും, അതുപോലെ INH plus എന്ന് പറയുന്നത് ആസിഡ് ആണ്, അപ്പോൾ അത് അതിന്റെ കളർ കാണിക്കും. ഇനി ഫോർ വിച്ച് the ionization constant KIN is given by KIN equal to INH plus into OH minus divided by HIN. കോൺസെൻട്രേഷൻ ടേംസുകളാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ H2ന്റെ കോൺസെൻട്രേഷൻ എടുക്കില്ല, ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ KIN ഇപ്പോൾ നമ്മൾ ആസിഡ് ടൈപ്പ് ഇൻഡിക്കേറ്റർ ആണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ H3O plus, അതായത് കോൺസെൻട്രേഷൻ ഓഫ് H3O plus into കോൺസെൻട്രേഷൻ ഓഫ് IN minus divided by കോൺസെൻട്രേഷൻ ഓഫ് HIN. In the case of base type indicator, it is KIN equal to concentration of INH plus into concentration of OH minus divided by concentration of HIN. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു അൺഡിസോസിയേറ്റഡ് ആയിട്ടുള്ള, അതായത് അൺഅയണൈസ്ഡ് ആയിട്ടുള്ള ഫോമിന് ഒരു കളറും അയണൈസ്ഡ് ആയിട്ടുള്ള ഫോമിന് മറ്റൊരു കളറാണ്. അങ്ങനെയാണ് നമ്മൾ ആസിഡ് ബേസ് ഇൻഡിക്കേറ്ററിന്റെ ഫസ്റ്റത്തെ തിയറി ഓസ്വാൾഡ്സ് തിയറി പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ കളർ പറയുന്നത് ഇപ്പോൾ ഒരു ഇൻഡിക്കേറ്ററിന്റെ അതിലത്തെ ഏത് മീഡിയത്തിലാണ് ഇരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മീഡിയത്തിന്റെ pH വെച്ചിട്ടാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. നെക്സ്റ്റ്, ആക്ഷൻ ഓഫ് ഫിനോഫ്തലിൻ. അപ്പോൾ ഫിനോഫ്തലിന്റെ ആക്ഷൻ ആണ് ഇനി പറയാൻ പോകുന്നത് ഓസ്വാൾഡ്സ് തിയറിയിലത്തെ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, തിയറി പറഞ്ഞു, ഇനി അതിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ് പറയുന്നത്. കൺസിഡർ ദി അയണൈസേഷൻ ഇക്വിലിബ്രിയം ഓഫ് ഫിനോഫ്തലിൻ. HPH plus H2O gives PH minus plus H3O plus. HPH എന്ന് പറയുന്നത് ഫിനോഫ്തലിന്റെ കളർലെസ് സ്റ്റേജ് ആണ്, അതായത് ഇതൊരു ആസിഡ് ടൈപ്പ് ഇൻഡിക്കേറ്റർ ആണ്. പ്ലസ് H2O gives PH minus, അതൊരു പിങ്ക് കളറിലാണ് കാണിക്കുക, പ്ലസ് H3O plus. ഇനി നമ്മളിവിടെ കാണാം HPH എന്ന് പറയുന്നത് ഒരു ആസിഡ് കണ്ടീഷനിലാണ് പറയുന്നത്. അപ്പോൾ ഇൻ an acidic solution, excess H3O plus ion suppresses the dissociation of phenolphthalein and equilibrium shifts to left as HPH remains unionized.
മനസ്സിലായോ? അതായത് അസിഡിക് സൊല്യൂഷനിൽ എന്തായിരിക്കും സംഭവിക്കുക? H3O+ന്റെ അളവ് വളരെ കൂടുതലായിരിക്കും അല്ലെ? അപ്പോൾ അതിനനുസരിച്ച് ഇക്വിലിബ്രിയം കൂടുതൽ ഷിഫ്റ്റ് ചെയ്യുന്നത് ലെഫ്റ്റിലോട്ടായിരിക്കും അല്ലെ? അപ്പോൾ HPHന്റെ ഡിസോസിയേഷൻ സംഭവിക്കില്ല. അത് അയണൈസ്ഡ് ഫോമിലായിരിക്കും നിൽക്കുക. അതുകൊണ്ട് സൊല്യൂഷൻ കളർലെസ് ആയിട്ട് നിൽക്കും. ഇൻ അസിഡിക് സൊല്യൂഷൻ കളർ ഓഫ് ദ സൊല്യൂഷൻ ബിക്കം കളർലെസ്. ഓക്കെ. In basic solution, excess OH minus removes H3O plus ions. Okay. അപ്പോൾ excess OH minus ions ആയിരിക്കും ബേസിക് സൊല്യൂഷനിൽ ഉണ്ടാവുക. അപ്പോൾ ഓരോ OH minusഉം ഓരോ H3O plusനെ കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ H3O plus ionsനെ റിമൂവ് ചെയ്തുകൊണ്ട് ഡിസോസിയേഷൻ കൂടുതൽ നടക്കാനുള്ള ചാൻസ് വരും. അപ്പോൾ ഇക്വിലിബ്രിയം കൂടുതൽ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഹെൻസ് ദ ഇൻഡിക്കേറ്റർ എക്സിബിറ്റ് പിങ്ക് കളർ. ഓക്കെ. Then next, action of methyl orange. Methyl orange എന്ന് പറയുന്നത് ഒരു weak base ആണ്. Base type indicator ആണ്. അപ്പോൾ MEOH gives Me++ OH-. MEOHന്റെ കളർ യെല്ലോ, പിന്നെ Me+ അയൺ ആണെങ്കിൽ അതായത് അയൺ ഫർണിഷ്ഡ് ബൈ ഇറ്റ് upon ionization gives Me+, that is in red color. പിന്നെ ആൽക്കലൈൻ സൊല്യൂഷനിൽ OH- കൂടുതലാണ്. അപ്പോൾ it will suppress the dissociation of MEOH. അങ്ങനെ ആൽക്കലൈൻ സൊല്യൂഷനിൽ ഏത് സ്റ്റേറ്റിലായിരിക്കും നിൽക്കുക? MEOH സ്റ്റേറ്റിലായിരിക്കും നിൽക്കുക. അൺഡിസോസിയേറ്റഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ സൊല്യൂഷൻ യെല്ലോ കളറിലായിരിക്കും ഉണ്ടാവുക. ഇനി സ്ട്രോങ് ആസിഡിക് സൊല്യൂഷനിലാണെങ്കിൽ ദ എക്സസ് H3O+ ions combines with OH- ions. ഓക്കെ. അപ്പോൾ ആസിഡിക് സൊല്യൂഷനിൽ H3O+ ions ആണ് ഉണ്ടാവുക. അവർ OH- ionsനെ റിമൂവ് ചെയ്തുകൊണ്ട് equilibrium shifts more towards right. So the MEOH dissociation occurs and the equilibrium shifts more towards right, and it will result in the accumulation of Me+, and hence the indicator exhibits red color. Okay. അപ്പോൾ Me+ന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ സ്വാഭാവികമായും സൊല്യൂഷന് റെഡ് കളറാണ് ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് തിയറി ആണ് ക്വിനോയിഡ് തിയറി. According to the modern quinoid theory, an acid-base indicator exists as an equilibrium mixture of two tautomeric forms possessing different colors. Okay. ക്വിനോയിഡ് തിയറി അനുസരിച്ച് ഒരു ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ഒരു ടോട്ടോമറിക് ഫോംസിലാണ് ഇരിക്കുക. അതായത് ഒരു ഇക്വിലിബ്രിയം മിക്സറിലായിരിക്കും. 2 ടോട്ടോമറിക് ഫോംസ് ഉള്ള ഒരു ഇക്വിലിബ്രിയം മിക്സർ ആയിട്ടായിരിക്കും ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഓരോ ഫോമുകൾക്കും ഡിഫറെൻറ്റ് കളേഴ്സാണ് ഉണ്ടാവുക. ഇപ്പോൾ ആ രണ്ട് ഫോമുകൾ എന്ന് പറയുന്നത് ബെൻസിനോയിഡും ക്വിനോയിഡ് ഫോംസ് ആണ്. ബെൻസിനോയിഡിന് എപ്പോഴും ലൈറ്റ് കളേർഡ് ആയിരിക്കും. ക്വിനോയിഡ് എപ്പോഴും ബ്രൈറ്റ് കളേർഡ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ one form exists in acid solution and the other in alkaline solution, imparting corresponding color to the solution. Okay. The most common color change at the end point involves that due to the interconversion of light colored benzenoid form and bright colored quinoid form. അപ്പോൾ അതിലത്തെ ഒരു എക്സാമ്പിൾ ആണ് 4-nitrophenol ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ. അതിന്റെ ബെൻസനോയിഡ് ഫോം ഉണ്ട്, ക്വിനോയിഡ് ഫോം ഉണ്ട്. ഓക്കെ. അപ്പോൾ കളർ ചേഞ്ച് ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണ്? ഈ ഇന്റർ കൺവേർഷൻ നടക്കുമ്പോഴാണ്. ബെൻസനോയിഡിൽ നിന്ന് ക്വിനോയിഡ് ഫോം ആയിട്ട് മാറുമ്പോഴാണ് ഈ കളർ ചേഞ്ച് സംഭവിക്കുന്നത്. അപ്പോൾ OH- കോൺസെൻട്രേഷൻ ആണ് കൂടുതലായി വെച്ച് കഴിഞ്ഞാൽ അത് ക്വിനോയിഡ് സ്ട്രക്ചറിലേക്ക് വരുന്നു. H+ അയൺ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അത് ബെൻസനോയിഡ് സ്ട്രക്ചറിലേക്ക് വരുന്നു. അത് ഇൻ ദ കേസ് ഓഫ് 4-nitrophenol. കേട്ടോ, ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ, ചോയ്സ് ഓഫ് ആൻ ഇൻഡിക്കേറ്റർ. ഇനി എങ്ങനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യുന്നത്? ഓരോ ടൈട്രേഷനും ഇപ്പോൾ സ്ട്രോങ് ആസിഡ് ഉണ്ട്, വീക്ക് ആസിഡ് ഉണ്ട്, സ്ട്രോങ് ബേസ് ഉണ്ട്, വീക്ക് ബേസ് ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള പലതരത്തിലുള്ള കോമ്പിനേഷൻസിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഇൻഡിക്കേറ്ററിനെ സെലക്ട് ചെയ്യാന്നാണ് ഇനി പറയുന്നത്. A plot of pH of the solution at different stages of an acid-base titration against the volume of the titrant forms one type of a titration curve, also called a neutralization curve. Okay. അതായത് ഒരു പ്ലോട്ട് നമ്മൾ വരയ്ക്കുകയാണ്, pH of the solution against volume of alkali added. ഓക്കെ. അപ്പോൾ പല ടൈമുകളിലത്തെ നമ്മൾ pH എടുത്തുകൊണ്ട് അഗെയിൻസ്റ്റ് വോളിയം ഓഫ് ആൽക്കലി നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ടൈട്രേഷൻ കർവാണ് കിട്ടുന്നത്, വിച്ച് ഇസ് കോൾഡ് ന്യൂട്രലൈസേഷൻ കർവ്. അങ്ങനെ ഓരോ കർവുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറയുന്നത് ഇനി സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആണ്. ഓക്കെ. അതിന്റെ കർവാണ് ആദ്യം കാണുന്നത്, pH വേഴ്സസ് വോളിയം ഓഫ് ആൽക്കലി ആഡഡ്. ഓക്കെ. സോ
In the case of strong acid, strong base titration, for example, പറയുന്നത് 0.1 molar HCl versus 0.1 molar NaOH. ഇവിടുത്തെ equivalence point pH 7 ആണ്. And the rapid pH change in the vicinity of equivalence point for a strong acid, strong base is from about 4 to 10. അപ്പോൾ pH change സംഭവിക്കുന്നത് 4 to 10 ആണ്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഏതൊക്കെ യൂസ് ചെയ്യാം? നമ്മളിപ്പോൾ പല ഇൻഡിക്കേറ്റേഴ്സിന്റെ റേഞ്ചുകൾ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അതിൽ 4 to 10 ഉള്ളിൽ വരുന്ന റേഞ്ചുകളാണ് ഇവിടെ റേഞ്ചുകളുള്ള ഇൻഡിക്കേറ്റേഴ്സിനെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അതിൽ മീഥൈൽ റെഡ് പെടും, ഫിനോഫ്തലിൻ ഓർ മീഥൈൽ ഓറഞ്ച്. ഇവ മൂന്നും നമുക്ക് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷനിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ. ഇവിടെ വീക്ക് ആസിഡ് ആയിട്ട് നമുക്ക് പറയാം അസറ്റിക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസസ് NaOH. അപ്പോൾ 0.1 മോളാർ അസറ്റിക് ആസിഡ് വേഴ്സസ് 0.1 മോളാർ NaOH ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രോങ് ബേസ് ആണ്, വീക്ക് ആസിഡ് ആണ്. അപ്പോൾ ഈക്വലൻസ് പോയിന്റ് pH 7 നിന്നും, അതായത് ന്യൂട്രൽ pH ൽ നിന്നും കുറച്ച് വാരി ചെയ്യും. അതായത് സ്ട്രോങ് ബേസ് ആണ് ഇവിടെ, വീക്ക് ആസിഡും. അപ്പോൾ ബേസിസിറ്റി കൂടുതലുള്ള pH ലേക്ക് ചേഞ്ച് ചെയ്യും ഈക്വലൻസ് പോയിന്റ്, ദാറ്റ് ഇസ് 8.7. Here, rapid pH change in the vicinity of equivalence point for a weak acid strong base is from about 6.5 to 10. അപ്പോൾ ഇവിടെ പറയുന്നത് ഫിനോഫ്തലിൻ ആണ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. 6.5 to 10 റേഞ്ചിൽ വരുന്നത് ഇവിടെ ഫിനോഫ്തലിൻ മാത്രമാണ്. ഫിനോഫ്തലിന്റെ വാല്യൂ 8 to 9.5 ആണ്. അപ്പോൾ നമുക്ക് ഈ റേഞ്ചിനുള്ളിൽ പെടുത്താം. ഓക്കെ, അങ്ങനെയാണ് ഫിനോഫ്തലിൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മീഥൈൽ റെഡിന് 4.2 to 6.3 ആണ്. അപ്പൊ അതുകൊണ്ട് അതിനെ ഇവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, കാരണം 6.5 നിന്നാണ് ഇവിടെ തുടങ്ങുന്നത്. ഇനി മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ 3.1 to 4.4 ആണ്. അത് തീരെയും പറ്റില്ല അല്ലെ, 6.5 താഴെ, വളരെ താഴെയായിട്ടാണ് വരുന്നത്. അപ്പോൾ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിൽ മാത്രമേ ഈ മൂന്ന് ഇൻഡിക്കേറ്റേഴ്സും ഒരുമിച്ച് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരുപോലെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ. ഇവിടെ സ്ട്രോങ് ആസിഡ് ആയിട്ട് HCl എടുക്കുന്നു, വീക്ക് ബേസ് ആയിട്ട് weak base ആയിട്ട് NH4OH ആണ് എടുക്കുന്നത്. Here equivalence point is pH 5.3 and the rapid pH change in the vicinity of equivalence point for a strong acid weak base is about 3 to 7. So ഇവിടെ നമ്മൾ യൂസ് ചെയ്യാവുന്ന ഇൻഡിക്കേറ്റേഴ്സ് മീഥൈൽ ഓറഞ്ച് അല്ലെങ്കിൽ മീഥൈൽ റെഡ് ആണ്. ഇവിടെ ഫിനോഫ്തലിൻ പറ്റില്ല, കാരണം 8 to 9.5 ആണ് ഫിനോഫ്തലിൻ റേഞ്ച്. അപ്പോൾ 7 കൂടുതലാണ്, അപ്പോൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. Next one is weak acid weak base titration. Here 0.1 molar acetic acid versus 0.1 molar NH4OH ആണ്. അപ്പോൾ ഇവിടെ ഈക്വലൻസ് പോയിന്റ് അറൌണ്ട് pH 7 ആയിട്ടാണ് വരുന്നത്. ഇവിടെ pH ചേഞ്ച് നമുക്കിപ്പോൾ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, അതായത് റാപ്പിഡ് ആയിട്ടുള്ള pH ചേഞ്ച് ഇവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു എൻ പോയിന്റും മെഷർ ചെയ്യാൻ പറ്റില്ല. നോ ഷാർപ്പ് എൻ പോയിന്റ് ക്യാൻ ബി ഫൗണ്ട് വിത്ത് എനി സിമ്പിൾ ഇൻഡിക്കേറ്റർ. ഒരു സിമ്പിൾ ഇൻഡിക്കേറ്റർ വെച്ചിട്ടൊന്നും നമുക്ക് എൻ പോയിന്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ആകുമ്പോഴാണ് മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഒരുമിച്ച് യൂസ്, അല്ലാതെ ഏത് വേണമെങ്കിലും അതിൽ നിന്ന് എടുക്കാവുന്നത്. പിന്നെ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് വരുമ്പോഴാണ് ഫിനോഫ്തലിൻ മാത്രം. പിന്നെ സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് വരികയാണെങ്കിൽ മീഥൈൽ ഓറഞ്ച് ഓർ മീഥൈൽ റെഡ്. ഇനി വീക്ക് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻസിൽ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് അത്രയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതിന് പകരം അവർ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻസ് വഴിയാണ് നമ്മൾ എൻ പോയിന്റിലേക്ക് എത്തേണ്ടത്. ഓക്കെ, സോ താങ്ക് യു.